ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു. സർക്കാരിന് രാജിക്കത്ത് കൈമാറി. ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രാജി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നുള്ള സൂചനകൾക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ ഗത്യന്തരമില്ലാതെ അങ്ങനെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഔദ്യോഗികമായി സർക്കാരിന് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നിന്ന ആശങ്കകൾ ഒപ്പം തന്നെ ചില അഭ്യൂഹങ്ങൾ, ആ അഭ്യൂഹങ്ങൾക്ക് കൂടിയാണ് ഒരു അവസാനം ഇപ്പോൾ രഞ്ജിത്തിന് രാജിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസമാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗിക കൂടി മോശമായി പെരുമാറി രഞ്ജിത്ത്, അതായത് 2019-20 കാലഘട്ടത്തിൽ ചില സിനിമയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് അത്തരത്തിൽ മോശം അനുഭവം രഞ്ജിത്തിൽ നിന്ന് നേരിടേണ്ടി വന്നതായെന്ന് പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിന് പിന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു, രഞ്ജിത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇടതുമുന്നണി അടക്കം ചില തീരുമാനങ്ങളിലേക്ക് കടന്നു. ആ തീരുമാനങ്ങൾക്ക് കൂടി ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രഞ്ജിത്ത് ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം. അതേസമയം രാജിക്കത്ത് തനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ അടക്കം പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രഞ്ജിത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇടതുമുന്നണിയിലെ വനിതകളടക്കമുള്ളവർ രഞ്ജിത്തിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാജിയല്ലാതെ ഇനിയൊരു പോംവഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഇടതുമുന്നണി കൂടി എത്തിയത്. ആ ഇടതുമുന്നണിയുടെ തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലം. ഒപ്പം തന്നെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ കൂടുതൽ പാരഗ്രാഫുകൾ ഒളിച്ചുവെച്ചു എന്നുള്ള ആരോപണം സർക്കാരിനെതിരെ ഉയർന്നു നിന്നൊരു പശ്ചാത്തലം. ഇതിനു പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായത്. രഞ്ജിത്തിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു, സാംസ്കാരിക വകുപ്പ് സംരക്ഷിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു, വിമർശനങ്ങൾ നിലനിന്നിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ആ ഒരു നിലപാട് ശരിവെക്കുന്നത് കൂടിയായിരുന്നു മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരുടെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ക്രൂശിക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു സജി ചെറിയാൻ ആദ്യഘട്ടങ്ങളിൽ പ്രതികരിച്ചത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം പ്രതികരണം മാറ്റുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ആ പ്രതികരണം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപടി നേരിടേണ്ടതായിട്ട് വരും, ഒരു ഉന്നതനെയും സംരക്ഷിക്കില്ല എന്നുള്ളൊരു നിലപാട് സജി ചെറിയാൻ സ്വീകരിക്കുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു രാജി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു. സർക്കാരിന് രാജിക്കത്ത് കൈമാറി. ബംഗാളി നടിയുടെ ആരോപണം പിന്നാലെയാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. ശാലിനി, എന്തായാലും കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. അനിവാര്യമായ രാജി എന്നതിനെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. രോഹിണി, അത് തന്നെയാണ് അനിവാര്യമായൊരു സമയത്ത് അനിവാര്യമായൊരു രാജി തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഒരു ബംഗാളി നടിയാണ്, കേരളത്തിൽ പോലുമുള്ള നടിയല്ല. ബംഗാളി നടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ചേഷ്ടയോട് പെരുമാറുക, അവരെ അതിനെ നിർബന്ധിക്കുക എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മാത്രമല്ല മലയാളത്തിലെ ഒരു മികച്ച സംവിധായകന് നേരെ ഇത്തരത്തിൽ ഉയർന്നു വന്നത്. ആ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് രാജിയല്ലാതെ ഇനിയൊരു പോവഴിയില്ല, അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ തിരിച്ചടിക്കാൻ രഞ്ജിത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ആ ബംഗാളി നടിയോട് അത്തരത്തിൽ പെരുമാറിയിട്ടില്ല, അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിലുള്ള പ്രചാരണമാണ് എന്ന് പോലും ഒരു ഘട്ടത്തിൽ പോലും രഞ്ജിത്ത് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ സമ്മർദ്ദം രഞ്ജിത്തിനെതിരെ ഏറിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഈ ഒരു രാജിയിലേക്ക് നയിച്ച കാര്യങ്ങൾ. മന്ത്രിയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഒക്കെ സപ്പോർട്ടായി ഒരു ബാക്ക് ബോൺ പില്ലറായി പുറകിൽ നിന്നിട്ട് പോലും വലിയ രീതിയിലുള്ള ജനവികാരം രഞ്ജിത്തിനെതിരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഉള്ളിൽ നിന്നുണ്ടായ പ്രഷർ അടക്കം ഈ ഒരു രാജിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ്. കാരണം ആനി രാജി അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ, ആ സഹയാത്രികർ തന്നെ മറ്റൊരു ഇടതുപക്ഷത്തിലെ സഹയാത്രികന്റെ എതിരെ പരാതി നൽകാനും പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുമൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, കൃത്യമായ നടപടി സ്വീകരിക്കണം, അത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോൾ പിന്നീട് ഒരു പോംവഴി സർക്കാരിന് മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഈ രാജിയിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ചേർന്ന യോഗത്തിലടക്കം ഇത് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ യോഗത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സ്വന്തം മുഖം രക്ഷിക്കുക എന്ന
എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നു എന്നുള്ളതാണ്. രാജി വെപ്പിക്കുകയല്ല, പകരം രാജി എഴുതി വാങ്ങുക, അല്ലെങ്കിൽ രഞ്ജിത്ത് തന്നെ രാജി എഴുതി നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാരും സാംസ്കാരിക വകുപ്പും എത്തി എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ടോടുകൂടി വന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സജി ചെറിയാൻ ആലപ്പുഴയിൽ പ്രതികരിച്ചത് അത്തരത്തിൽ തന്നെയാണ്. രാജി നൽകേണ്ടത് അല്ലെങ്കിൽ രാജി വെക്കേണ്ടത് രഞ്ജിത്താണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാമായിരുന്നു ഇന്ന് ഔദ്യോഗികമായി രാജിയിലേക്ക്. ശാലിനി, എന്തായാലും കടുത്ത സമ്മർദ്ദങ്ങൾക്ക് ഒടുവിൽ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. സർക്കാരിനും നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുന്നു. തുടർന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ സിനിമാ മേഖലയിലെ പലരെയും കുറിച്ചും ഉണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ പലരും സധൈര്യം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ. എന്തായാലും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ. രോഹിണി, അത് തന്നെയാണ് പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന ചില പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ സുപ്രധാനപ്പെട്ട 2 പദവികളിൽ നിന്ന് 2 പേർ രാജിവെച്ചിരിക്കുന്നത്. ഒന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് സിദ്ദിഖും, രണ്ടാമത് ഏറ്റവും ഉന്നത ചുമതലയിലിരുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും. 2 പേരും ലൈംഗിക ആരോപണ പരാതിയിലാണ് രാജിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനി ഇവരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ നിലവിൽ രഞ്ജിത്ത് ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ആ പ്രതികരണം അടക്കം വരുമ്പോൾ സിനിമാ മേഖലയിൽ ഇനിയും കൂടുതൽ ആളുകൾ തെറിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ മറ്റു മാറ്റങ്ങളോ രാജിയോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൂടുതൽ നായികമാർ, നടിമാർ ഒക്കെ പ്രതികരണവുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറിയ പങ്കും ലൈംഗിക ആരോപണമാണ് എന്നുള്ളതാണ്. റിയാസ് ഖാനെതിരെ അടക്കം ഇപ്പോൾ പരാതികൾ ഉയരുകയാണ്. അത്തരത്തിൽ വിവിധ തലത്തിലുള്ള ആളുകളെ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ തന്നെ വിവിധ പൊസിഷനുകളിലുള്ള വിവിധ കാലങ്ങളിലുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ എങ്ങോട്ടാണ് മലയാള സിനിമാ ലോകം പോകുന്നത് എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പവും ചോദ്യവുമുണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ IFFK അടക്കം ഡിസംബർ ജനുവരിയോടെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം ഔദ്യോഗികമായി രാജിവെച്ചുകൊണ്ട് രാജിക്കത്ത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ രഞ്ജിത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സമ്മർദ്ദമേറിയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഗത്യന്തരമില്ലാതെ ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കൈവിട്ടു, ഇടതുപക്ഷം കൈവിട്ടു. അങ്ങനെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ അങ്ങനെ ആ ഒരു ചുമതലകളെല്ലാം മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ചുമതലകളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് രാജി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ മന്ത്രിമാരടക്കമുള്ളവർ പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്കറിയേണ്ടത് രാജിവെച്ച സാഹചര്യത്തിൽ, ചുമതലകളെല്ലാം ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ആരാ തലപ്പത്തേക്ക് വരും, മറ്റൊന്ന് രഞ്ജിത്തിനെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടിയായിരിക്കും ഇനി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ്. നിലവിൽ നമ്മൾ പല ഘട്ടങ്ങളിലും പറയുമ്പോൾ സാംസ്കാരിക മന്ത്രി അടക്കമുള്ളവരും മറ്റു മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും പറയുന്നത് പരാതി ലഭിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ബംഗാളി നടി ശ്രീലേഖ മിത്ര പരാതി നൽകാനായി കേരളത്തിലേക്ക് എത്തുമോ എന്നുള്ളത് ഒരു ചോദ്യം. 2, അങ്ങനെ എത്തി നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ സന്ദേശത്തിലൂടെ പോലീസിന് പരാതി നൽകുകയാണെങ്കിൽ കേസെടുത്ത് മറ്റു നടപടികളിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കുമോ, അതോ ആഭ്യന്തര വകുപ്പ് അവിടെയും നിഷ്ക്രിയത്വം പാലിക്കുമോ, അല്ലെങ്കിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇനി സംഭവിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ലൈംഗിക ആരോപണത്തിൽ അങ്ങനെ ഒരു ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒടുവിൽ രഞ്ജിത്ത് പുറത്തേക്ക് പോകുന്നു. ഔദ്യോഗിക രാജിക്കത്ത് നൽകിയിരിക്കുന്നു. ഇതിൽ സർക്കാരിന്റെ നിലപാടും നടപടിയുമാണ് ഇനി ഏറെ നിർണായകവും ശ്രദ്ധേയവുമായിട്ടുള്ളത്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.